നമ്മളിൽ എത്ര പേർ കഴിച്ച പ്ലേറ്റ് കഴുകുന്നുണ്ട് എന്നുള്ളത്, പാത്രം കഴുകുന്നുണ്ട് എന്നുള്ളത് എല്ലാവരും ആദ്യം സ്വയം ചിന്തിക്കുക. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ എം എ ബേബിയുടെ ഒരു പാത്രം കഴുകൽ വീഡിയോ നമ്മളൊക്കെ കാണുന്നുണ്ടല്ലോ. അത് വലിയ ട്രോളിലേക്കും വിമർശനങ്ങളിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എന്താ പറയുക, ഈവൻ തെറിവിളികളിലേക്ക് വരെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എം എ ബേബി പാത്രം കഴുകിയ വീഡിയോ പുറത്തു വന്നപ്പോൾ അത് വെറും ഒരു ഷോ മാത്രമാണ് എന്നുള്ള രീതിയിലാണ് അതിനെ പ്രചരിപ്പിക്കുന്നത്. ശരിക്കും എം എ ബേബി ഇത് നേരത്തെയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. എം എ ബേബി താൻ കഴിച്ച പാത്രം കഴുകാറുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്നാൽ ദൗസാബ് ഈ നമ്മളിപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഓർമ്മ വരുന്നത് ഈ രാഹുൽ ഗാന്ധിയുടെ കുറേ പരിപാടികളുണ്ടല്ലോ, അവിടെ ഇവിടെയൊക്കെ സന്ദർശിക്കുന്നു, അദ്ദേഹം പല തൊഴിൽ മേഖലയിലും ജീവിത മേഖലകളിലൊക്കെ പോകുന്നു. അതിലെ വീഡിയോ ഒക്കെ പുറത്തു വരുമ്പോൾ അതിനെ വല്ലാതെ കളിയാക്കുന്നത് നമ്മൾ കാണാറുണ്ട്. എം എ ബേബിയുടെ ഇപ്പോഴേ വന്നുള്ളൂ. അത് വന്നപ്പം അതിനെയും അതേ നാണയം കൊണ്ട് മറുവശം എന്നുള്ള നിലക്കാണ് വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്, ട്രോളിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പാത്രം കഴുകിയല്ലോ വല്ല പ്രശ്നമുണ്ടോ? അല്ല, പാത്രം കഴുകിയത് ഇപ്പോൾ ആളുകൾ ട്രോളുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരഞ്ഞെടുപ്പ് കാലത്തുള്ള ഒരു ഷോ ഓഫ് എന്നുള്ളൊരു തിയേട്രിക്സ് എന്നുള്ള നിലക്കാണ് അതിനെ പരിഹസിക്കുന്നത്. അപ്പോൾ അവരെ എം എ ബേബി അനുകൂലിക്കുന്ന ആളുകൾ പറയുന്നത് അതല്ല, സഖാവ് എപ്പോഴും അങ്ങനെ തന്നെയാണ്. സ്വന്തം പാത്രം, താൻ കഴിച്ച പാത്രം പാർട്ടി ഓഫീസിലാണെങ്കിലും വീട്ടിലാണെങ്കിലും അദ്ദേഹം തന്നെയാണ് കഴുകാറ്, അങ്ങനെ ഷോ ഓഫ് അല്ല എന്നുള്ളതാണ്. അതിൽ എൻ്റെ വാദം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഷോ ഓഫ് ആണെന്ന് തന്നെ വിചാരിക്കുക. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് എം എ ബേബി, കോമ്രേഡ് ബേബി നടത്തിയുള്ള ഒരു ഷോ ഓഫ് ആണ് എന്ന് തന്നെ വിചാരിക്കുക. എങ്കിലും നല്ല കാര്യമാണെന്ന് ഞാൻ പറയാം. കാരണം അദ്ദേഹത്തിൻ്റെ സഖാക്കളൊക്കെ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പാച്ച വർഗീയത വിളമ്പുമ്പോൾ ഇദ്ദേഹം നല്ല കാര്യമാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സഹസഖാക്കൾ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വഷളൻ വർഗീയതയും വൃത്തികേടും ചെയ്തുകൊണ്ടിരിക്കും. പാർട്ടി ജനറൽ സെക്രട്ടറി വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള, സമൂഹത്തിന് നല്ലൊരു സന്ദേശം നൽകുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയാണ് ഷോ ഓഫ് ആക്കിയിട്ട് അല്ലെങ്കിൽ തിയേറ്ററിക്സ് ആക്കിയിട്ടാണെങ്കിലും എടുക്കുന്നത് എന്നുള്ളത് അത് സല്യൂട്ട് ചെയ്യപ്പെടേണ്ടതാണ്. തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇങ്ങനെ പെർസെപ്ഷൻ ബിൽഡ് ചെയ്യുക, അങ്ങനെ വോട്ടുണ്ടാക്കുകയാണ്. അതിനുവേണ്ടി അദ്ദേഹം ഒരു നല്ല കാര്യം ചെയ്യുകയാണെങ്കിൽ ദാറ്റ്സ് അഗൈൻ സല്യൂട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആ പറയുന്ന തിയേറ്ററിക്സ് കാണിച്ചു അല്ലെങ്കിൽ ഷോ ഓഫ് ആണെന്ന് പറയുന്നതിൽ, ഷോ ഓഫ് ആണെങ്കിൽ തന്നെ അതിൽ അർത്ഥമില്ല. പക്ഷേ എം എ ബേബി അങ്ങനെ ഷോ ഓഫിന് വേണ്ടിയാണ് ചെയ്ത് ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ, സഹസഖാക്കൾ അവർ സാക്ഷ്യപ്പെടുന്ന കാര്യമുണ്ട്. സാക്ഷ്യപ്പെടുന്ന അതിൽ പൊതുവെ എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവത്തിൽ ഇത്തരം കാര്യങ്ങളിൽ ഇടതുപക്ഷ പ്രവർത്തകർ വ്യക്തിപരമായ നിഷ്ഠ പുലർത്തുന്നവരായിട്ടാണ് എൻ്റെ ഇക്കാലം അത്രയുള്ള അനുഭവം. എന്ന് പറഞ്ഞാൽ ഇതൊരു പാത്രം കഴുകുക എന്ന് പറയുന്നത് ഒരു കണക്കിന് നമുക്ക് ചെറിയ കാര്യം തോന്നും, പക്ഷേ അതൊരു വലിയ കാര്യമാണ്. അതിനകത്ത് വലിയ ഒരുപാട് സംഗതികൾ അടങ്ങിയിട്ടുണ്ട്. നോക്കൂ, നമ്മുടെ ജിയോ ബേബിയുടെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറയുന്ന സിനിമ, ഇപ്പോൾ ഇറങ്ങിയ സ്റ്റേറ്റ് ഗവൺമെൻറ് അവാർഡ് കിട്ടിയിട്ടുള്ള ഫെമിനിച്ചി ഫാത്തിമ എന്ന് പറയുന്ന സിനിമ, അതൊക്കെ എടുത്തു നോക്കുക. അതിനകത്ത് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലെ പിന്നെ പ്രമുഖ താരം, നായക താരം, അതിലെ കേന്ദ്ര കഥാപാത്രം ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുക കിച്ചൺ സിങ്കാണ്. അതിലെ കേന്ദ്ര കഥാപാത്രം. കാരണം കിച്ചൺ സിങ്കിൽ കുമിഞ്ഞു കൂടുന്ന പാത്രങ്ങൾ, അതിനകത്തുള്ള ഭക്ഷണാവശിഷ്ടങ്ങൾ, അത് കഴുകിയിട്ട് അവിടെ തടം കെട്ടി നിൽക്കുന്ന മലിനജലം, ഇതാണ് അതിലെ കേന്ദ്ര കഥാപാത്രം. അത് നമ്മുടെ സ്ത്രീകളുടെ ജീവിതങ്ങൾക്കുമേൽ എങ്ങനെയൊക്കെയാണ് ആഘാതങ്ങൾ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അവരുടെ ജീവിതത്തിൽ ആഘാതം എന്നുള്ള മാറ്റി വെച്ചേക്കും ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് പുറത്ത് നിൽക്കുന്ന പുരുഷന്മാർ ഏതളവിലാണ് മനസ്സിലാക്കുന്നത്. ആ സിനിമ അവസാനിക്കുന്നത് എങ്ങനെയാണ് ഓർമ്മയുണ്ടോ? ഇതേ കിച്ചൺ സിങ്കിലെ വെള്ളം കോരിയെടുത്ത് സുരാജിൻ്റെ മേത്തേക്ക് മറിച്ചുകൊണ്ടാണ് ആ സിനിമ അവസാനിക്കുന്നത്. അത് തങ്ങളുടെ ജീവിതത്തെ അലോസരപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഏതോ നിലക്ക് അവർക്ക് മനം പിരട്ടലുണ്ടാക്കുന്ന ഒരു കാര്യത്തെ അവർ ആയുധമാക്കുകയാണ്. അതിന് ആ ഒരു വ്യവസ്ഥയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ ആയുധമാക്കുകയാണ് നമ്മൾ ആ സിനിമയിൽ കാണുന്നത്. ഫെമിനിസ്റ്റ് ഫാത്തിമയിൽ സമാനമായ ഒരുപാട് രംഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പള്ളിയിലേക്ക് പോകുന്ന ഭർത്താവ് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ ഫാത്തിമ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. എന്തിനാണ് വിളിക്കണത്? ആളുടെ ചെരുപ്പ് അവിടെ കാണുന്നില്ല, ചെരുപ്പ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ചെരുപ്പ് എടുക്കാൻ വിളിക്കുകയാണ്. പള്ളിയിൽ നിന്ന് വന്നിട്ട് ആൾ കിടക്കുകയാണ്, റൂമിൽ കയറി കിടക്കുകയാണ്. അതിന് ഫാത്തിമ എന്തിനാണ് വിളിക്കണത്? ഫാൻ്റെ സ്വിച്ച് ഇടാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. ഈ ജാതി ഉടായ്പ പുരുഷന്മാരുടെ ലോകത്ത് നിൽക്കുന്ന ആളുകൾക്ക് എം എ ബേബി ചെയ്തത് അതിൻ്റെ വാല്യൂ എന്താണ് എന്ന് മനസ്സിലാവില്ല.
ഞാൻ പറയുന്നത് എം എ ബേബി ഷോ ഓഫിന് വേണ്ടിയാണ്, തിയേറ്ററിക്സിന് വേണ്ടിയാണ് ചെയ്തതെങ്കിലും അതൊരു വാല്യുബിളായുള്ള കാര്യമാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കേണ്ട, നമ്മുടെ വീടുകളിലേക്ക് നോക്കേണ്ട, നമ്മുടെ അകത്തേക്ക് നോക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. അതിൽ നമ്മൾ സാധാരണ പേഴ്സണൽ ഈസ് പൊളിറ്റിക്കൽ എന്നൊക്കെ സൈദ്ധാന്തികമായി പറയുമല്ലോ. ഈ സൂക്ഷ്മമായ ജീവിതത്തിൻ്റെ സൂക്ഷ്മമായ സന്ദർഭങ്ങളിൽ, സൂക്ഷ്മമായ അടരുകളിൽ നമ്മൾ ശരിക്കും എന്താണ് എടുക്കുന്ന നിലപാട് എന്നുള്ളത് വളരെ പ്രധാനമാണ്. വലിയ വലിയ സിദ്ധാന്തങ്ങളും രാഷ്ട്രീയവും തത്വശാസ്ത്രമൊക്കെ വിട്ടേക്കും. ജീവിതത്തിൻ്റെ സൂക്ഷ്മ സന്ദർഭങ്ങളിൽ നമ്മളെടുക്കുന്ന സമീപനങ്ങൾ എന്താണ്, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ കുഞ്ഞുങ്ങളെ നമ്മൾ എങ്ങനെയാണ് വളർത്തുന്നത്, നമ്മുടെ വീടകങ്ങളിലെ സാഹചര്യം എന്താണ്, അത് വളരെ പ്രധാനപ്പെട്ട. ഞാൻ അഞ്ച് മക്കളുടെ അച്ഛനാണ്. വലിയ ഭയങ്കരമായ നിഷ്ഠകളും ഒന്നുമില്ലാത്ത ഒരു വീടകമാണ്. പക്ഷേ ഒരു കാര്യത്തിൽ ഞാനും മുഫീദയും എടുക്കുന്നൊരു കർശനമായിട്ടുള്ള നിലപാടുണ്ട്. അവരവർ കഴിച്ച പാത്രം അവർ തന്നെ കഴുകി വെക്കണം എന്നുള്ളതാണ്. അത് കഴുകി വെക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത് നമ്മളെടുത്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും സംഭവിക്കും. പക്ഷേ അതൊരു നിഷ്ഠയാണ്, ഒരു ശീലമാണ്. നിങ്ങളിപ്പോൾ ഭക്ഷണം കഴിച്ച് കൈ കഴുകുമ്പോൾ തന്നെ പാത്രം കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ സേവിങ് കൂടെ അവിടെ നടക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് കസേരയിൽ ഡൈനിങ് ടേബിളിൽ ഭക്ഷണം തയ്യാറായി വന്ന് അവിടെ അത് കഴിച്ച് ഏമ്പക്കമിട്ട് എണീച്ച് വരുന്നതാണ്. അതെൻ്റെ പ്രിവിലേജാണ് എന്ന് ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാലം കഴിഞ്ഞു. ഞാൻ എന്ന് വെച്ചിട്ട് ഒരിക്കലും അങ്ങനെ ഭക്ഷണം ഭാര്യ ഒരിക്കലും ഭക്ഷണം വിളമ്പി കൊടുക്കേണ്ടതില്ല, അല്ലെങ്കിൽ വീട്ടുകാർ വിളമ്പി കൊടുക്കേണ്ടതില്ല, നമ്മളങ്ങനെ കഴിക്കാൻ പാടില്ല എന്നുള്ളതല്ല. നമ്മുടെ കുടുംബത്തിനകത്തുള്ള പാരസ്പര്യം എന്താണ്, ബന്ധങ്ങളിലെ പാരസ്പര്യം എന്താണ്, ഏത് നിലക്കാണ് നമ്മൾ ഉത്തരവാദിത്തങ്ങളെയും ബാധ്യതകളെയും പങ്കുവെച്ച് പോകുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്. അടുക്കള എന്നുള്ളത് പുരുഷൻ പ്രവേശിക്കേണ്ടതില്ല, അതിൽ പുരുഷൻ പ്രവേശിക്കാൻ പാടില്ലാത്ത ഒരിടമാണോ, അല്ല അതും വീട്ടിലെ സ്ത്രീകളുടെ മാത്രം ഉത്തരവാദിത്തമാണോ? ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് ഈ നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്ന അധികാരബന്ധം, ഉത്തരവാദിത്തങ്ങളുടെയും ബാധ്യതകളുടെയും ജനാധിപത്യപരമായിട്ടുള്ള വിതരണം, ഇതൊക്കെ ബന്ധപ്പെട്ട വളരെ നിർണായകമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഈ പാത്രം കഴുകൽ എന്ന് പറയുന്ന ഒരൊറ്റ പ്രക്രിയയിലുണ്ട്. നിസ്സാരമായ കാര്യമല്ല. എം എ ബേബിയെ പോലെ ഉന്നതനായൊരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിത നിഷ്ഠയിൽ അതുണ്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് വളരെ ബോധപൂർവം ആരോ എം എ ബേബി ഇലക്ഷൻ എടുത്തുകൊണ്ട് ക്യാമറയിൽ പിടിപ്പിച്ച് വിട്ടതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ എഗൻ ആവർത്തിക്കുന്നു, അങ്ങനെ അദ്ദേഹം ചെയ്താണെങ്കിൽ പോലും ഞാൻ അദ്ദേഹത്തെ സല്യൂട്ട് ചെയ്യും. ഹി ഹാസ് ഡൺ എ ഗ്രേറ്റ് ജോബ് എന്നാണ് ഞാൻ പറയുക. പക്ഷേ ഇതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ എം എ ബേബിയെ പരിഹസിക്കുന്ന സംഘം നമ്മളെടുത്ത് നോക്കുക, അതിലെല്ലാവരും ഉണ്ടെന്നുള്ളതാണ്. അതിൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, അതിൽ സംഖ്യകളുണ്ട്, അതിൽ ഇസ്ലാമിസ്റ്റുകളുണ്ട്, അതിൽ നാട്ടിലെ സകലമാന പുരുഷ സർപ്പങ്ങളുണ്ട്. അത് നമുക്ക് സോഷ്യൽ മീഡിയയിൽ പോയാൽ കാണാൻ പറ്റും. ഇതിവിടെ മാത്രമല്ല, സമാനമായിട്ടുള്ള കാര്യം അപ്പുറത്തും കാണാൻ പറ്റും. ഷാഫിക്കെതിരായിട്ട് ഒരു ഇടത് സർക്കിളിൽ നിന്ന് വന്നിട്ടുള്ള പോസ്റ്റുകൾ ഇപ്പോൾ സർഫൈസ് ചെയ്യുന്നുണ്ട്. ഷാഫിയുടെ പരിപാടി വീട്ടിൽ പോയി അടുക്കളയിൽ പോവുക, ഇതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ അടുക്കളയിൽ പോവുക എന്ന് പറയുന്നത്, ഭക്ഷണം പാകം ചെയ്യുക എന്ന് പറയുന്നത്, പാത്രം വൃത്തിയാക്കുക എന്ന് പറയുന്നത്, വീട് വൃത്തിയാക്കുക എന്ന് പറയുന്നത്, ഇതൊക്കെ എന്തോ ഒരു ആണുങ്ങൾ ഇടപഴകാൻ പാടില്ലാത്തതാണ്. ഇനി അഥവാ ആണുങ്ങൾ അതിനകത്ത് ഇടപഴകി കഴിഞ്ഞാൽ അത് ഷോ ഓഫാണ്, തിയേറ്ററിക്സാണ് എന്ന് വിചാരിക്കുന്ന, അങ്ങനെ പെരുമാറുന്ന ആളുകളെ ട്രോളുന്ന, അവരെ പരിഹസിക്കുന്ന, അവരെ കൊച്ചാക്കുന്ന ആ സമീപനം എക്രോസ് സ്പെക്ട്രം അതുണ്ട്. അപ്പോൾ അത് നോക്കൂ, ഈ വർഗീയതയും വൃത്തികേടും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ കോലാഹല സന്ദർഭത്തിൽ ഒരു ഡിഫറൻറ്റ് സംഗതി അങ്ങോട്ട് ഇട്ടുകൊടുത്തതിൽ എം എ ബേബിക്ക് എൻ്റെ ബിഗ് സല്യൂട്ട്. ജെയിംസിന് വിഭിന്നമായ അഭിപ്രായം ഇല്ലാതെ കരുതുന്നു. അല്ല, ഞാൻ ഈ അടുക്കള ജോലികളിൽ എനിക്ക് ഏറ്റവും മോശം ജോലിയായിട്ട് തോന്നുന്ന ഒരു കാര്യം പാത്രം കഴുകില്ല. അപ്പോൾ നമ്മൾ കഴിക്കുന്ന എച്ചിൽ പാത്രം നമ്മൾ കഴുകുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ വിഷമം മനസ്സിലാവും. അപ്പോൾ ഒരു കുന്ന് പാത്രങ്ങൾ ഒരു കിച്ചൺ സിങ്കിൽ കിടക്കുമ്പോൾ അത് കഴുകേണ്ടി വരുന്ന ഒരാളുടെ അനുഭവം ഒന്ന് ആലോചിച്ച് നോക്കണം. ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ബാക്കി ഏത് ജോലി നമുക്ക് ചെയ്യാം, പാചകം അത് വേറെ, ക്ലീനിങ് വേറെ, അതൊക്കെ ചെയ്യാം. പക്ഷേ കഴുകി കഴിഞ്ഞാൽ സംതൃപ്തി ഉണ്ടല്ലോ. ആ സംതൃപ്തി വരുന്നത് എന്തുകൊണ്ടാണ്? അത്ര വൃത്തികേടാണ് ഈ എച്ചിൽ പാത്രം കഴുകുക എന്നുള്ളത്. വലിയ ലോഡാകുന്നത് ഒന്നിച്ച് കുന്നുകൂട്ടി വെക്കുന്നുണ്ടോ? അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ വീട്ടിൽ ഈ സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഏത്
അവനവൻ കഴിക്കുന്നത് അവനവൻ കഴിയണം എന്നുള്ളത്. കാരണം ഞാൻ ഒരിക്കൽ കഴിയേണ്ടി വന്നു. ഞാനും ഈ പറഞ്ഞ മാതിരി ഒരു പ്രിവിലേജ് അനുഭവിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ആദ്യം. ഭക്ഷണം കഴിക്കുക, എഴുന്നേറ്റ് പോകുക എന്നുള്ളത് ഇതാണ്. ഞാനത് മനസ്സിലാക്കിയത് ഞാൻ ഒരിക്കൽ അത് വീട്ടു ജോലികൾ ചെയ്യേണ്ടി വരുമ്പോഴാണ് ഈ കിച്ചൺ സിങ്കിൽ കിടന്ന പാത്രങ്ങൾ എത്രമാത്രം ഒരാളുടെ മാനസികാരോഗ്യത്തെ തകർക്കുന്നൊരു കാര്യമാണ്. സീരിയസ്ലി ഞാൻ പറയുകയാണ്. കിച്ചൺ സിങ്കിൽ കുമിഞ്ഞു കൂടി കിടക്കുന്ന ഒരു പാത്രം കാണുന്നത് ഒരാളുടെ മാനസികാരോഗ്യത്തെ തന്നെ ബാധിക്കും. അത്ര ഗൗരവമുള്ളൊരു സംഭവമാണ്. ബേബി സഖാവ് ഈ കാര്യത്തിൽ ചെയ്തെന്തോ മനഃപൂർവ്വം ചെയ്താൽ ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹം കൊടുക്കുന്ന ഒരു പരിപാടിയിൽ വന്നപ്പോൾ പാർട്ടി ഇപ്പോൾ സ്വാഭാവികം നടന്ന ജനസമ്പർക്ക പരിപാടിയുടെ ഭാഗമായിട്ട് അദ്ദേഹം ചില വീടുകളിൽ പോയി. ഭക്ഷണപ്രിയനാണ് ബേബി സഖാവ്. അപ്പോൾ അദ്ദേഹം ഭക്ഷണം നന്നായിട്ട് കഴിച്ചു. അദ്ദേഹത്തിൻ്റെ ശീലം കൊണ്ട് അദ്ദേഹം പാത്രം കഴിയും. അത് ആരോ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടു. അത് ഭയങ്കര ഈ കാലത്ത് വൈറലായി, അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരു PR വർക്കിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ നികേഷ് കുമാറിനെ ചിലരൊക്കെ ട്രോളുന്നുണ്ട്. ഇത് നികേഷ് കുമാറിൻ്റെ ഐഡിയ ആണ്, അല്ലെങ്കിൽ ബേബി സഖാവ് അതിങ്ങനെ ചെയ്യില്ലായിരുന്നു പറഞ്ഞിട്ട്. അതങ്ങനെയാണെന്ന് തോന്നുന്നില്ല. വൈറലായി എന്നേ ഉള്ളൂ. വൈറലായത് തന്നെ അതിൻ്റെ കണ്ടൻറ്റിൻ്റെ വാല്യൂ ഉള്ളതുകൊണ്ടാണ് അത് വൈറലായത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ പ്രശ്നം അതല്ല. ഈ ഗൃഹസന്ദർശനം എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ, അത് LDF നടത്തുന്നത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാവുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇത് എന്നേ നടത്താമായിരുന്നു. ഈ സർക്കാർ അധികാരത്തിലുണ്ടായിരുന്ന 10 വർഷം ഗൃഹസന്ദർശനം നടത്താമായിരുന്നു. അതിന് മുമ്പ് നടത്തിയിട്ടുണ്ട്. ശബരിമലയിൽ ആ പോളിസി അവരുടെ തെറ്റായിപ്പോയോ എന്ന് തോന്നിയപ്പോൾ അവർ ഗൃഹസന്ദർശനം നടത്തി ജനങ്ങളോട് പറഞ്ഞു, ജനങ്ങളോട് വിശദീകരിക്കാൻ ശ്രമിച്ചിരുന്നു. ഇതങ്ങനെയല്ല. ഇത് ജനങ്ങളിൽ നിന്ന് കേൾക്കുകയാണ്. എപ്പോഴാണ് കേൾക്കുന്നത്? 10 വർഷത്തെ ഭരണം തീരാൻ പോകുന്നൊരു സമയത്ത് ഞങ്ങളുടെ ഭരണം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ജനങ്ങളോട് ചോദിക്കുകയാണ്. അത് ഒരു അസംബന്ധമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിന് ഈ MA ബേബി ഇറങ്ങി പുറപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈ സർക്കാരിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് ഫീഡ്ബാക്ക് കിട്ടാതെയല്ലല്ലോ അവർ ഇത്രയും നാൾ ഭരിച്ചത്. ഇനി നടപ്പാക്കാൻ പോകുന്ന നയങ്ങളിൽ ജനങ്ങളിൽ നിന്ന് ഫീഡ്ബാക്ക് എടുത്തുകൊണ്ട് നടപ്പാക്കുക എന്നുള്ളതാണല്ലോ സർക്കാർ ചെയ്യേണ്ടത്. ഇത് അങ്ങനെ ഫീഡ്ബാക്ക് എടുക്കുന്നുമില്ല. ഭരണം തീരാറാകുമ്പോൾ ജനങ്ങളെ കേൾക്കാൻ പോകുന്നതിലൊരു അഭംഗിയുണ്ട്. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിൽ കൃത്രിമത്വം ഫീൽ ചെയ്യുക ആളുകൾക്ക്. നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഞങ്ങളെ കേൾക്കാൻ വരുന്നത്? കാരണം ഇതിനു മുമ്പ് ജനങ്ങളെയല്ല കേട്ടത്, പൗരപ്രമുഖരെയാണ്. ഈ പൗരപ്രമുഖരെ കേൾക്കുകയല്ല, ഇത് സർക്കാരിന് പറയാനുള്ള പൗരപ്രമുഖരോട് പറയുകയാണ്. ചോദ്യം ചോദിക്കുന്നവരെ ആട്ടി ഓടിക്കുകയായിരുന്നു ആ സദസ്സുകളിൽ ഉണ്ടായിട്ടുള്ളത്, പ്രതിഷേധിക്കുന്നവരെ. അപ്പോൾ MA ബേബി എന്തോ ഒരു PR വർക്ക് നടത്തിയതാണ്. MA ബേബിയുടെ ഒരു അബദ്ധമായിട്ട് ഇതിന് കാണേണ്ടതില്ല. അതിൽ ആ കണ്ടൻറ്റിൽ വാല്യൂ ഉള്ളതുകൊണ്ടാണ് അത് വൈറലായെന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, പലർക്കും അതൊരു അത്യപൂർവ കാഴ്ചയായിരിക്കും. അതുകൊണ്ടായിരിക്കും അത് ആ രീതിയിൽ വിമർശിക്കപ്പെടുന്നത്. ഏതായാലും ഇനിയെങ്കിലും സ്വന്തം പാത്രം ഒന്ന് എല്ലാവരും കഴുകി വെക്കുക. ഇന്നത്തെ ഔട്ട് ഓഫ് ബോക്സ് ഇവിടെ പൂർത്തിയാകുന്നു. നാളെ വീണ്ടും കാണാം. നമസ്കാരം.